Greetings to all of you in the precious name of our Lord and Savior Jesus Christ. ഈ പ്രഭാതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സൂമിലൂടെയും ഇവിടെ കടന്നു വന്നും ദൈവസന്നിധിയിലായിരിക്കുന്നവർക്കൊക്കെയായി ദൈവത്തിന് സ്തോത്രം. ജോൺ പാപ്പച്ചൻ പാഷ്ക്ക് ഇൻ്റർനെറ്റിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് കടന്നു വരാൻ ഇന്ന് സാധിച്ചിട്ടില്ല. അതുപോലെ ജസ്റ്റിനും ജിത്തിയുമൊക്കെ എന്തോ കാരണത്താൽ വന്നില്ല. എന്നാൽ അവർ സൂമിലുണ്ട്, സൂമിലൂടെ ഉണ്ട്. എല്ലാവർക്കായും ദൈവത്തിന് സ്തോത്രം. ദൈവം എത്ര നല്ലവൻ, വല്ലവൻ. നമ്മൾ സ്വാതന്ത്ര്യം എൻജോയ് ചെയ്യുന്നു. നമ്മുടെ ജൂലൈ 4th വീക്കെൻഡാണ് ഇത്. നമ്മുടെ PCNAC മീറ്റിങ്ങുകളൊക്കെ ഹ്യൂസ്റ്റണിൽ നടന്നു. അതൊക്കെ വളരെ നല്ല മീറ്റിങ്ങുകളായിരുന്നു. ഞാൻ അത് യൂട്യൂബിലൂടെ കണ്ടു. അതൊക്കെ നല്ല മീറ്റിങ്ങുകളായിട്ട് എനിക്ക് തോന്നി. അതുപോലെ ഞാൻ മലയാളം മാത്രമേ കണ്ടുള്ളൂ. ഇംഗ്ലീഷിൽ നടക്കുന്നവയും അവയേക്കാൾ ബെറ്ററാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജസ്റ്റിനൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ യാത്രയിലാണ്. ജിനിയും രോഹിതുമൊക്കെ ഡാളസിലേക്ക് പോയിരിക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ ഹ്യൂസ്റ്റണിലെ കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ക്ഷേമത്തോടെ മടങ്ങി വരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്നൊരു കവിത മലയാള സാഹിത്യത്തിലുണ്ട്. അതിൻ്റെ അർത്ഥം സ്വാതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. മരിക്കുന്നതിനേക്കാൾ ഭയമാണ് പാരതന്ത്ര്യത്തിൽ അല്ലെങ്കിൽ അസ്വാതന്ത്ര്യമില്ലാതെ വസിക്കുന്നത് എന്നുള്ളൊരർത്ഥമാണ് ആ കവിതയുടെ സമാഹാരം. ജൂലൈ 4th ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. അതിനുശേഷം ആഭ്യന്തര യുദ്ധങ്ങൾ ഈ രാജ്യത്ത് കടന്നുകൂടി. എബ്രഹാം ലിങ്കൻ്റെ നേതൃത്വത്തിലൊക്കെ നടന്ന ഇൻറ്റേർണൽ വാറുകളെന്നൊക്കെ നമുക്കറിയാം. 1947 വരെ ബ്രിട്ടൻ്റെ അധീനതയിലായിരുന്നു ഇന്ത്യ. മഹാത്മാഗാന്ധി അതുപോലെയുള്ള അനേക നേതാക്കന്മാർ യുദ്ധം ചെയ്തു സ്വാതന്ത്ര്യ ലബ്ധിക്കായി. 1947 ഭാരതം ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറി. എന്നാൽ അതിനൊക്കെ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അനേക പ്രാവശ്യം തടവിൽ കിടക്കേണ്ടി വന്നു. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്ത അനേക വീരയോദ്ധാക്കൾ മരണത്തിന് ഇടയായി, മരണം വരിക്കേണ്ടി വന്നു. അതുപോലെ ഇന്ത്യയിൽ പലരും മരണം വരിക്കേണ്ടി വന്നു. എന്ന് മാത്രമല്ല, സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം പോലും മുസ്ലിങ്ങളെ കൂടെ സഹകരിപ്പിച്ച് പോകണമെന്നുള്ള ഗാന്ധിയുടെ താല്പര്യത്തെ വെറുത്ത ചില ആളുകൾ ഗോഡ്സെ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയുണ്ടായി. ഈ രാജ്യത്തും പ്രവർത്തിച്ച ഏറ്റവും നല്ല പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നല്ലോ എബ്രഹാം ലിങ്കൺ. അദ്ദേഹം വെടിയേറ്റാണ് മരിച്ചത്. അതിനൊക്കെ വില കൊടുത്തിട്ടുണ്ട് ഈ സ്വാതന്ത്ര്യം ലഭിക്കാൻ. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം കൊണ്ടാടുന്ന ദിവസമായിരുന്നു ജൂലൈ 4th. നമ്മൾ ഇന്ത്യയിലെ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ആഗസ്റ്റ് 15 എന്നാൽ നാം സാക്ഷാൽ സ്വതന്ത്രരാണോ? നമ്മുടെ സ്വാതന്ത്ര്യം എങ്ങനെ ഇരിക്കുന്നു? ഈ വിഷയത്തെക്കുറിച്ച് കർത്താവായ ക്രിസ്തുയേശു തൻ്റെ ഐഹിക ലോക ജീവിതത്തിൽ സംസാരിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു. ജോൺ ചാപ്റ്റർ 8 verse 32. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. So the truth, you will know the truth and the truth will set you free. സത്യം അറിയാതെ സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ സാധ്യമല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്. നിങ്ങളെ തടവിലാക്കാം, എന്നാൽ മാനസികമായി നിങ്ങൾ അസ്വതന്ത്രരാകണമെന്ന് നിർബന്ധമില്ല. പാരതന്ത്ര്യം ശാരീരികമാണ് ജയിലിൽ അടയ്ക്കപ്പെടുമ്പോൾ. എന്നാൽ മാനസികമായും ആത്മീയമായും ഒരു വ്യക്തിക്ക് തടങ്കലിൻ്റെ അനുഭവത്തിലാകാം, പാരതന്ത്ര്യത്തിലാകാം. ഇതിൽ നിന്നെങ്ങനെ വിടുതൽ പ്രാപിപ്പാൻ സാധിക്കുമെന്നുള്ള യാഥാർത്ഥ്യമാണ് യേശു ഇവിടെ വെളിപ്പെടുത്തുന്നത്. 8:36 ഇങ്ങനെ വായിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. If the Son set you free, you will be free indeed. പുത്രൻ എന്നവിടെ പറയുന്നത് ക്രിസ്തുയേശുവിനെ കുറിച്ചാണ്. പിതാവാം ദൈവത്തിൻ്റെ ആഗ്രഹം പാരതന്ത്ര്യത്തിലായിരിക്കുന്ന മാനവരാശിക്ക് സ്വാതന്ത്ര്യം ലഭിക്കണം.
പിശാച് ചില കള്ളങ്ങൾ അവരുടെ ഹൃദയത്തിൽ ഇട്ടു കൊടുത്തു. ദൈവം യാഥാർത്ഥ്യം അവരോട് സംസാരിച്ചു. സത്യം, ഈ ഫലം തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. എന്നാൽ ദുഷ്ടൻ ചില ലൈസ്, കള്ളങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. ഈ തിന്നുന്ന നാളിൽ നിങ്ങൾ ദൈവത്തോട് സമാനമാകും, നിങ്ങൾ ദൈവത്തിന് തുല്യരാകും. ഫോഷ്ക്ക് അവർ പഠിക്കുകയാണ്. അപ്പോൾ ഹൃദയത്തിൻ്റെ പാരതന്ത്ര്യം, ആത്മാവിൻ്റെ പാരതന്ത്ര്യം, ഇതിൽ നിന്ന് വിടുതൽ നൽകുന്നത് യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. മാനവരാശിയുടെ പാപമാകുന്ന ബന്ധനത്തിൽ നിന്ന് വിടുതൽ നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് സ്വർഗത്തിൻ്റെ തേജസ്സിനെയും മഹിമയെയും വിട്ട് കർത്താവായ ക്രിസ്തയേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. എന്നാൽ ഒരു മനുഷ്യൻ സ്വാതന്ത്ര്യം പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? താൻ പാരതന്ത്ര്യത്തിലാണെന്നുള്ള ഉത്ബോധമുള്ളവന് മാത്രമേ സ്വാതന്ത്ര്യം ഇച്ഛിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു എന്ന് ഒരു മനുഷ്യൻ വിശ്വസിച്ചാൽ എങ്ങനെ അപകടത്തിൽ കിടക്കുന്ന അവൻ അത് സത്യം മനസ്സിലാക്കുന്നില്ലെങ്കിൽ എങ്ങനെ സ്വതന്ത്രനാകാൻ സാധിക്കും? ഞാൻ ലൂസൻ ടെക്നോളജിയിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഫിലിപ്പിനോ വംശത്തിൽപ്പെട്ട ഒരു നല്ല ചെറുപ്പക്കാരൻ എൻ്റെ കൂടെ ജോലി ചെയ്തു. എന്നെക്കാളൊക്കെ പ്രായം കുറഞ്ഞ ഒരു മനുഷ്യനാണ്. ഞാനൊരു 31 വയസ്സുള്ളപ്പോഴാണ് ഇവിടെ ലൂസൻറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്, ആരംഭിച്ചത്. ഇവനൊരു 25 വയസ്സ് കാണും, അല്ലെങ്കിൽ 24 വയസ്സ്. എനിക്കിവനെ കാണുന്നത് ഇഷ്ടമാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇവൻ നല്ലപോലെ ജിമ്മ് എക്സർസൈസ് ചെയ്യുന്ന ആളാണ്, നല്ല ഷേപ്പാണ്, നല്ലപോലെ എക്സർസൈസ് ചെയ്യും. ഇവന് കുറേയൊക്കെ ദൈവിക ബോധമുണ്ട്. ദൈവവചനമൊക്കെ ഞാൻ ബ്രേക്ക് ടൈമിലിരുന്ന് ഷെയർ ചെയ്യാറുണ്ട്, അതൊക്കെ കേൾക്കും. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവന് മെർവാന വളരെ കട്ടിയായ രീതിയിൽ പിൽക്കേർത്തെടുക്കാൻ തുടങ്ങി. ഇവൻ്റെ ഷെയ്പ്പുള്ള ആ ശരീരം, നല്ല മസിലുള്ള ശരീരമൊക്കെ ചെറിയ ഒതുങ്ങാൻ തുടങ്ങി. അവൻ ദുർബലനായി മാറി. അവൻ എന്നോട് പറയുകയാണ്, ജീവൻ്റെ ഫലം എന്ന് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് കഞ്ചാവാണ്. അപ്പോൾ ജീവൻ്റെ ഫലം കഞ്ചാവാണ്, അത് വലിക്കുന്നത് നല്ലതാണ്, എന്നാൽ ബുദ്ധിയെ തെളിയിക്കുന്നു എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക് അവൻ വന്നു. അവൻ പാരതന്ത്ര്യത്തിലാണ്, അടിമത്തത്തിലാണ് കിടക്കുന്നതെന്ന് അവനറിയില്ല. പറഞ്ഞാൽ അവനത് കേൾക്കണ്ട, അത് ഗ്രഹിക്കണ്ട, ആ രീതിയിൽ ബ്ലോക്കായിരിക്കുന്ന ഒരു അനുഭവം. അപ്പം നമുക്ക് ഒരു അടിമത്തത്തിൽ നിന്ന് വിടുതൽ ലഭിക്കണമെങ്കിൽ ഇതൊരു ഫോഷ്കാണ് എന്നുള്ള യാഥാർത്ഥ്യം അപകടത്തിലിരിക്കുന്ന ഒരു മനുഷ്യന് മനസ്സിലാകണം. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക. അവിടെ പാരതന്ത്ര്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെ കാണാൻ സാധിക്കും. ലൂക്ക് ചാപ്റ്റർ 15 ഫ്രം വേഴ്സ് 1 on. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, എനിക്കിന്നുള്ള സ്വാതന്ത്ര്യം പോരാ, എനിക്ക് സ്വാതന്ത്ര്യം വേണം, ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലെ ഒരു അടിമയാണെന്നുള്ള ചിന്തയിലിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് നമ്മളവിടെ കാണുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം. ഞാൻ പ്രോഡിഗൽ സണ്ണിനെ കുറിച്ചാണ് പറയുന്നത്, മുടിയനാം പുത്രൻ. മതി. അപ്പോൾ അവിടെ നമുക്കറിയാം, അതിൻ്റെ ഒരു തുടക്കം ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. ചുങ്കക്കാരോടും പാപികളോടും കൂടി യേശു സംസർഗം പുലർത്തി എന്ന് പരീശന്മാർ കേട്ടു. അപ്പോൾ അവർക്ക് മനസ്സിലായത് പാപികളിൽ നിന്ന് അകന്നിരിക്കണം, അതാണ് പരിശുദ്ധിയുടെ മാർഗം എന്ന് കണ്ട് തെറ്റായി ജീവിക്കുന്ന മനുഷ്യരെ കംപ്ലീറ്റ്ലി അബാൻഡൻ ചെയ്യുകയാണ്. സങ്കീർത്തനത്തിൽ നാം ഇന്ന് കേട്ടു, ഞങ്ങൾ അടിമത്തം അനുഭവിക്കുന്ന രാജ്യത്തിൽ ഞങ്ങളുടെ ഗീതങ്ങൾ പാടുന്നത് എങ്ങനെ. എന്നാൽ ക്രിസ്തു എന്താണ് പഠിപ്പിച്ചത്? പാപികളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലണം, പാപികളുമായി ഇടപെടണം. കർത്താവ് മാതൃക കാണിച്ചു തന്നു. ചുങ്കക്കാരോട്, പാപികളോട് അവൻ ഇടപെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവൻ ഏറ്റവും മോശമായ പാപത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയെ നടുവിൽ നിർത്തിക്കൊണ്ട് പറയുകയാണ്,
നമ്മുടെ പ്രമാണം പറയുന്നു ഇവിടെ കല്ലെറിഞ്ഞ് കൊല്ലണം. നീ എന്ത് പറയുന്നു? യേശു വിരൽ കൊണ്ട് മണ്ണിൽ എഴുതിക്കൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. നിങ്ങളിൽ പാപമില്ലാത്തവൻ അവിടെ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറയുന്നു. അപ്പം ഹൃദയത്തിൻ്റെ ചിന്ത പോലും പാപമാണെന്ന് യേശു പഠിപ്പിച്ചു. യഹൂദന്മാർ ഒരു പാപത്തെ പാപമായി കാണുന്നത് പ്രായോഗിക ജീവിതത്തിൽ പ്രവർത്തന രൂപത്തിൽ കാണുമ്പോഴും പിടിക്കപ്പെടുമ്പോഴുമാണ്. എങ്കിൽ യേശു പറഞ്ഞു, നിന്റെ ചിന്ത തെറ്റാണെങ്കിൽ നീ പാപിയാണ്. നിന്റെ ഹൃദയത്തിൽ ഒരു നിരൂപണം വന്നാൽ നീ പാപം ചെയ്യുന്നു. യേശുവിൻ്റെ പഠിപ്പിക്കൽ കുറെ കൂടെ സ്ട്രോങ്ങറാണ്, ഹാർഡറാണ്. എന്നാൽ യേശു പറഞ്ഞു, എൻ്റെ മുഖം മൃദുവാണ്, അത് ഭാരം കുറവുള്ളതാണെന്നാണ് പഠിപ്പിച്ചത്. കാരണം എൻ്റെ മുഖം ലഘു. ഒരു മുഖത്തെ രണ്ട് മൃഗങ്ങളെ കൂടാതെ അതിനെ വഹിക്കാൻ കഴിയത്തില്ല. മുഖം, ഒരു മുഖം ഒരു മൃഗത്തിൻ്റെ മേൽ കഴുത്തിൽ, മറ്റേ മുഖം മറ്റേ സൈഡ് വേറൊരു മൃഗത്തിൻ്റെ മേൽ. ഇതാണ് മുഖത്തിൻ്റെ പ്രത്യേകത. യേശു പറയുകയാണ്, നിങ്ങളുടെ മുഖം നീ ചുമക്കുമ്പോൾ മറ്റേ സൈഡ് വഹിക്കുന്നത് ഞാനാണ്. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നീ ഭയപ്പെടേണ്ട, എൻ്റെ മുഖം ലഘുവാണ്. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകൾ നമുക്ക് വഹിക്കാൻ കഴിയാവുന്നതിൽ കൂടുതൽ ടെംപ്റ്റേഷൻ ദൈവം നമ്മിലേക്ക് കടക്കുവാൻ അനുവദിക്കുകയില്ല. അഥവാ അങ്ങനെയൊന്നുണ്ടായാൽ അതിനെ ഏറ്റെടുത്ത് ഉപേക്ഷിക്കുവാനുള്ള ബലം നമുക്ക് ദൈവം തരും. അതാണ് കർത്താവിൻ്റെ പ്രത്യേകത. കർത്താവിൻ്റെ മുഖം ഏറ്റെടുത്താലുള്ള പ്രത്യേകത അതാണ്. അതാണ് യേശു പറയുന്നത്, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട്. എൻ്റെ മുഖം ലഘുവാണ്. കാരണം മുഖത്തിൻ്റെ ഒരു സൈഡിൽ നിന്റെ ഭാരം ചുമക്കുന്നത് ഞാനാണ്, നീ മുഴുവൻ ചുമക്കേണ്ട. മാത്രമല്ല, സർവശക്തനായ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട. എൻ്റെ ടെംപ്റ്റേഷനെ വഹിക്കാൻ എനിക്ക് കഴിയത്തില്ലെന്ന് ഒരുത്തർക്കും പറയാൻ സാധിക്കത്തില്ല. നമുക്ക് സഹിക്കാവുന്ന കൂടുതൽ പരീക്ഷ നമുക്ക് തരത്തില്ല ദൈവം. ദൈവത്തിൻ്റെ വചനമാണ് പഠിപ്പിക്കുന്നത്. അഥവാ അങ്ങനെ ഒരു ടെംപ്റ്റേഷൻ വന്നാൽ അതിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ ആ സമയത്ത് ദൈവം നീക്കുപോക്കുകൾ തരും. പത്രോസിനെ പാറ്റേണ്ടതിന് പിശാച് അനുവാദം ചോദിച്ചു, ഞാനിവനെ ഒന്ന് പാറ്റിക്കോട്ടെ. എന്നാൽ പിശാചിന് അനുവാദം കൊടുത്തതായിട്ട് അവിടെ പറയുന്നില്ല. എന്നാൽ യേശു എന്ത് ചെയ്തു? പിതാവിനോട് പക്ഷപാതം കഴിച്ചു. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പത്രോസിനോട് പറയുന്നുണ്ട്. എന്നാൽ നീ മടങ്ങി വരുമ്പോൾ നീ ഇങ്ങനെ വീണ് കിടക്കുന്നവരെ, പതറിക്കിടക്കുന്നവരെ ബലപ്പെടുത്തണം, നീ അവരെ എൻകറേജ് ചെയ്യണം. പത്രോസിന് കർത്താവ് കൊടുത്ത ശക്തമായ ഉപദേശമാണ്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, പൗലോസ് അപ്പോസ്തലൻ പലപ്പോഴും പത്രോസിനോട് എതിർത്ത് നിന്നു എന്നൊക്കെ കാണുന്നുണ്ട്. എന്നാൽ പത്രോസ് ഒരിക്കലും അങ്ങനെ എതിർക്കാനൊന്നും പോകുന്നില്ല പുള്ളിയോട്. അദ്ദേഹം പറയുന്നത് പല പ്രാവശ്യവും പത്രോസ് പറയുന്നുണ്ട്, ഈ പെറ്റീഷനുമായിട്ട് ഒന്നാം കൗൺസിലിൽ യെരൂശലേമിലേക്ക് വരുമ്പോൾ പരിച്ഛേദന ഏൽക്കേണ്ട കാര്യമില്ല ജാതികൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ. പത്രോസ് അതിനെ ഖണ്ഡനം ചെയ്യുന്നില്ല. താനൊരു തനി യഹൂദനാണ്, യഹൂദരുടെ ഇടയിൽ വേല ചെയ്യുന്നവനാണ്. അദ്ദേഹം പറയുകയാണ്, ശരിയാണ്, എനിക്കിതുപോലുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കൊർന്നല്യോസിൻ്റെ ഭവനക്കാർ വിശ്വാസത്തിലേക്ക് വന്നു, ജാതികൾ വിശ്വാസത്തിലേക്ക് വന്നു. നമുക്ക് ആദിയിൽ പരിശുദ്ധാത്മാവിനെ തന്ന ദൈവം അപ്രകാരം തന്നെ അവരുടെ മേലും പരിശുദ്ധാത്മാവ് അയച്ചു. അതുകൊണ്ട് ഈ ആവശ്യമില്ലാത്ത ബർഡനൊന്നും അവരുടെ മേൽ വെച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ജാതികളിൽ നിന്ന് വരുന്നവർക്ക് പരിച്ഛേദനയുടെ ആവശ്യമില്ല എന്ന് പൗലോസ് കൊണ്ടുവരുന്ന ആശയത്തെ പത്രോസ് സ്ഥിരീകരിക്കുകയും അങ്ങനെ ആ തീരുമാനം ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. യെരൂശലേമിലെ ആദ്യ കൗൺസിലിംഗ് ആ കൂടിയ സുന്നകദോസിൽ അങ്ങനെ അവനെ കൈത്താങ്ങൽ കൊടുക്കുകയാണ് പൗലോസിനെ. പ്രൈസ് ദി ലോർഡ്. പത്രോസിൻ്റെ ഹൃദയം, നീ താണു കിടക്കുന്നവരെ ബലപ്പെടുത്തണം, നീ മടങ്ങി വരും. കർത്താവ് പരീക്ഷ ജയിപ്പാൻ ബലം അവന് ലഭിക്കേണ്ടതിന് വേണ്ടി ഇൻട്രസ്റ്റീഡ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ഇൻട്രസ്റ്റീഡ് ചെയ്യുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. പാപത്തിൻ്റെ അധീനതയിൽ അവർ വീണു പോകാതിരിപ്പാൻ നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി, നമ്മുടെ സഹോദരവർഗങ്ങൾക്ക് വേണ്ടി, നമ്മൾ അറിയുന്ന സ്നേഹിതവർഗത്തിന് വേണ്ടിയൊക്കെ ഇൻട്രസ്റ്റീഡ് ചെയ്യുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിന് പവറുണ്ട്, അതിന് ശക്തിയുണ്ട്. ഇൻട്രസസറി പ്രേയറിന് ബലമുണ്ട്. അത് നമ്മെ ശക്തീകരിക്കും, ബലപ്പെടുത്തും. അപ്പോൾ ഈ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കാണുന്ന ആ മനുഷ്യൻ,
അവൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഭാഗം വേണം. അപ്പം അവൻ്റെ ഇളയ മകനാണെന്നോട് എഴുതിയിട്ടുണ്ട്. മൂത്ത മകന് ഡ്യുവൽ പോർഷനാണ് കൊടുക്കുന്നത്, ഇരട്ടിയാണ് കൊടുക്കുന്നത്. ഇളയ മകന് 2 പിള്ളേരെ ഉള്ളെങ്കിൽ പകുതി കിട്ടത്തില്ല അവർക്ക്. ഈ മൂത്ത പുത്രൻ്റെ അവകാശമാണ് 3/2 എന്നുള്ളത്. 2 മക്കളുണ്ടെങ്കിൽ 2 ഭാഗം മൂത്ത ആളിനും 1 ഭാഗം ഇളയാളിനും. അപ്പോൾ ഈ മുടിയൻ പുത്രന് കിട്ടിയത് 1/3 ആണ്. അവനതും കൊണ്ടുപോയി. അവൻ ഇഷ്ടമുള്ള പോലെ ബോധിച്ച പോലെ ജീവിച്ചു. ഏറിയ നാളുകൾ കഴിഞ്ഞിട്ട് അവനൊരു ജാതീയനായ ഒരുവൻ യഹൂദന്മാർ പന്നികളെ വളർത്തത്തില്ല. വിദേശത്ത് പോയി ജാതികളുടെ ഇടയിൽ ചെന്നിട്ട് അവിടെ പന്നിയെ തീറ്റുന്ന ഒരു പെൺ അവിടെ ചെല്ലുവാനിടയായി. ഒടുവിൽ അവന് ഇന്നഫ് ഫുഡ് കിട്ടാത്തത് കൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് അല്പം വാളവിരയിലും കിട്ടണം. പന്നിക്ക് കൊടുത്ത തീറ്റി അവൻ തിന്നുക. അപ്പോഴവന് സുബോധം വന്നു എന്നാ തിരുവചനം പറയുന്നു. സുബോധം വന്നു. അപ്പോൾ അതിനെ ഗ്രീക്ക് ഭാഷയിൽ പറയുന്നത് മെറ്റാനോയ എന്ന പദമാണ്. അതിൻ്റെ അർത്ഥം റിപ്പൻറ്റൻസ് എന്നുള്ള പദം അതിനകത്ത് വരുന്നുണ്ട്. എന്നിട്ട് റിട്ടേൺ എന്നുള്ള ഒരു പ്ലസ് അഡീഷൻ അവിടെ ഉണ്ട്. തൻ്റെ ജീവിതത്തിൽ വന്ന കുറ്റത്തെ ഓർത്ത് അനുതപിക്കുക, റിപ്പൻറ്റൻസ്. ദെൻ റിട്ടേൺ എന്നുള്ള ഒരു വാക്ക്, യു ടേൺ എടുത്ത് മടങ്ങി വരുന്ന ഒരു അനുഭവം. അപ്പോൾ അവൻ പറയാണ്, ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും. പ്രൈസ് ദി ലോർഡ്. അവൻ യഥാസ്ഥാനപ്പെടുന്നു. എന്നാൽ അവിടെ ഈ മുടിയനാം പുത്രൻ നഷ്ടപ്പെട്ട മകനാണ്. 2-1 നഷ്ടപ്പെട്ടു. എന്നാൽ നഷ്ടപ്പെടാതെ ഇരുന്നു എന്ന് നമുക്ക് തോന്നുന്ന മൂത്ത മകൻ അതിനേക്കാൾ നഷ്ടപ്പെട്ടെന്നാണ് അവിടെ പറയുന്നത്. ഈ ഇളയ മകൻ വന്നപ്പോൾ അപ്പനൊരു സെലിബ്രേഷൻ നടത്തി, ഒരു കാളക്കുട്ടനെയൊക്കെ അന്ന് കണ്ടിച്ച് അത് വലിയൊരു പാർട്ടിയൊക്കെ നടത്തി അയൽവക്കാർക്കും ഫ്രണ്ട്സിനും ഒക്കെ കൊടുത്തു. എൻ്റെ പോയ മോൻ മടങ്ങി വന്നു. എന്നാൽ ഇത് സഹിക്കാൻ ഈ മൂത്ത മകന് കഴിഞ്ഞില്ല. അതാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ അവന് അതിൽ സന്തോഷിക്കാൻ കഴിയാത്ത അവസ്ഥ. അപ്പോൾ അവനും ഏതാണ്ട് പാരതന്ത്ര്യത്തിലാണ് എന്ന് നമ്മൾ കാണുന്നു. മടങ്ങി വരാൻ സാധിക്കുന്നില്ല. അപ്പോൾ സാത്താൻ ഒരു വ്യക്തി ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ലൈസ് നമുക്ക് മനസ്സിലാകണം. ഞാൻ ഡ്രഗ്സിൻ്റെ ഒരു കാര്യം ഞാൻ മുമ്പേ പറയുകയുണ്ടായി. ഉദാഹരണം, അവൻ അറിയുന്നില്ല അവൻ ബന്ധനത്തിലാണ് കിടക്കുന്നതെന്ന്. എന്നാൽ ഇതുപോലെയുള്ള ഒരു അനുഭവം വേറൊന്നും ഒരു ദിവസം ഉണ്ടായി. ഈ കഴിഞ്ഞ 1.5-2 മാസത്തിന് മുമ്പ് ഒരുവനെ നമ്മുടെ വീടിൻ്റെ അവിടെ ഈ നമ്പർ എഴുതാനായിട്ട് വന്നു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, നിനക്കൊരു മിനിറ്റ് ഉണ്ടോ എന്നെ കേൾക്കാൻ? ഞാൻ പറഞ്ഞു, കേൾക്കാം. മഴ നല്ലപോലെ വരുന്നുണ്ട്, അതിൻ്റെ സമയടയ്ക്കാണ് അവനത് പറയുന്നത്. അതുകൊണ്ടാണ് സമയമുണ്ടോ എന്ന് അവൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞുകൊണ്ട് നീ പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ 4 പേര് ഒന്നിച്ചാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾ 4 പേരും ഡ്രഗ്സ് എടുക്കുന്നവരാണ്. എന്നാൽ വല്ലപ്പോഴും ഒന്ന് എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നത് ഞാൻ മാത്രമാണ്. ഇവർ 3 പേരും എഴുന്നേക്കത്ത് പോലും ഇല്ല, ഒന്നും ചെയ്യില്ല. എനിക്കിതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? ഞാൻ പറഞ്ഞില്ല ഞാൻ പാസ്റ്ററാണ്. അവൻ ഒരു രീതിയിലും മനസ്സിലായില്ല ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഞാൻ അവനോട് പറഞ്ഞില്ല. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നീട് അവനോട് ടെസ്റ്റിഫൈ ചെയ്യാൻ തുടങ്ങി. യേശുവിന് നിന്നെ വിടുവിപ്പാൻ കഴിയും എന്നുള്ള യാഥാർത്ഥ്യം അവനോട് പറയുകയും, അപ്പോൾ അവനൊരു ഈ പറഞ്ഞൊരു അനുഭവം എന്തുവാണ്, ഒരു മെറ്റാമോർഫോസിസ് എന്നുള്ള ഒരു ആ പദം, ഞാൻ ആ മെറ്റാനോയ എന്ന പദത്തിൽ നിന്ന് മെറ്റാമോർഫോസിസ്, അതായത് ഒരു പുഴുവിൻ്റെ അന്തരീക്ഷത്തിലിരിക്കുന്ന ഇല തിന്ന് ഇരിക്കുന്ന പുഴു, അത് കഴിഞ്ഞ് അത് ചില ഘടകങ്ങളിലൂടെ കടന്നു പോകും, പ്യൂപ്പൽ സ്റ്റേജിലൂടെ ഒക്കെ കടന്നു പോയിട്ട് ബട്ടർഫ്ലൈ ആയിട്ട് പോകുന്ന ആ പ്രക്രിയയ്ക്കാണ് മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അനുതാപം ഉണ്ടായാൽ മാത്രം പോരാ, മാനസാന്തരപ്പെട്ടവൻ ഒരു തീരുമാനമെടുത്തുകൊണ്ട് യൂടേൺ എടുത്ത് മടങ്ങി വരുന്നതിനെയാണ് സാക്ഷാൽ മാനസാന്തരം എന്ന് പറയുന്നത്. ചിലർക്ക് കുറ്റബോധം വരും. ഈ പറഞ്ഞ മനുഷ്യന് കേവലം കുറ്റബോധമേ ഉണ്ടായുള്ളോ, അതോ അവൻ പിന്നെ മടങ്ങി വന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവരൊരു ആഗ്രഹം എന്നോട് വെളിപ്പെടുത്തി, എനിക്കിതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. എന്നാൽ ഇതിലേക്ക് വീഴുന്നത് എങ്ങനെയാണ്? ഞാൻ സ്വാതന്ത്ര്യം എൻജോയ് ചെയ്യുന്നു എന്നാണ് ഡ്രഗ്സിലേക്ക് പോകുന്ന ഒരുവൻ്റെ ആഗ്രഹം. എനിക്ക് വിലക്കപ്പെട്ട ചിലതിനെ ഭേദിച്ച് ഞാൻ സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നു. മദ്യപാനം പാപമാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിൽ നിന്ന് ആ ബന്ധനത്തിൽ ഞാനായിരിക്കുന്നു, അതിനെ
അതിനെ നിന്ന് വിടുതൽ പ്രാപിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നു എന്നാണ് ഒരു ആൽക്കഹോൾ ഉപയോഗിക്കുന്നവൻ്റെ ചിന്താഗതി. ഞാൻ പാരതന്ത്ര്യം വെടിഞ്ഞ് സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. എന്നാൽ സാക്ഷാൽ അവന് പാരതന്ത്ര്യത്തിലാണെന്ന് അവന് മനസ്സിലാകുന്നില്ല. അത് മനസ്സിലായപ്പോൾ മടങ്ങി വരാനുള്ള ആഗ്രഹം മനുഷ്യൻ പ്രദർശിപ്പിച്ചെങ്കിലും പിന്നീടത് മടങ്ങി വന്നോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളോട് യേശുവിനെക്കുറിച്ച് സാക്ഷിക്കുവാൻ, പാരതന്ത്ര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാൻ ഉള്ള ഗൈഡൻസ് കൊടുക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതാണ് യേശുവിൻ്റെ ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ എസൻസ്. അതാണ് മനുഷ്യൻ പാപമാകുന്ന ആ ബന്ധനത്തിൽ, പാരതന്ത്ര്യത്തിലായിരിക്കുന്നു. ഇവനെ വിടുതലിലേക്ക് നീ നയിക്കണം. അതിനാണ് കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആ 15 ലൂക്കോസിൻ്റെ സുവിശേഷം 15:25 വാക്യം ഒന്ന് വായിച്ച്. മതി. അപ്പോൾ ഇവൻ കംപ്ലൈൻറ്റ് പറയുകയാണ്, മൂത്താള്, എനിക്കിതൊന്നും എൻജോയ് ചെയ്യണ്ട. മുടിയനാമ്പുത്രനായിട്ട് പോയോ മടങ്ങി വന്നതിലുള്ള സന്തോഷം അവനില്ല. അവൻ പറയാണ് ഐ ആം നോട്ട് ഹാപ്പി. എന്താണ് അവന് കാരണം പറയാനുള്ളത്? രണ്ടാണ്. ഐ നെവർ ട്രാൻസ്ഗ്രസ് യുവർ കമാൻഡ്. ഞാൻ ഒരിക്കലും നിൻ്റെ നിയമങ്ങളെ ലംഘിച്ചിട്ടില്ല. ഒരിക്കലും നിയമം ലംഘിക്കാതെ ജീവിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? എനിക്ക് തോന്നുന്നില്ല. അവൻ പറഞ്ഞു തന്നെ കളവാണ്. ഐ നെവർ ട്രാൻസ്ഗ്രസ്ഡ് യുവർ കമാൻഡ്. ഞാൻ ഒരിക്കലും നിൻ്റെ നിയമത്തെ ലംഘിച്ചിട്ടില്ല. മോൻ പറയുക. ഈ ലോകത്തിൽ ഒരു മോനെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു നിയമവും ലംഘിക്കാത്തവർ, എത്ര നല്ല മോനാന്ന് പറഞ്ഞാലും, അല്ലേ? അപ്പോൾ അവൻ പറഞ്ഞത് എന്താണ്? കള്ളമാണ്. എന്നിട്ട് അവൻ പറയുകയാണ് യു നെവർ ഗേവ് മീ എ ഗോട്ട്. ഇപ്പം നിൻ്റെ ആ മുടിഞ്ഞ മോം തിരിച്ചു വന്നപ്പോൾ നീ എന്തോ കാളയെ അറുത്ത് പാർട്ടി കൊടുത്തു. എനിക്കൊരു ആട്ടുകുഞ്ഞിനെ പോലും തന്നിട്ടില്ല. എടാ 1/3 അവന് കൊടുത്തിട്ടുള്ളൂ. അവർക്ക് 2 പേർക്കും വീതം വെച്ചെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം ഇളയ മോഹൻ മുടിയൻപുത്രന് കൊടുത്തപ്പോൾ 2 ഭാഗം ഇവർ കൊടുത്തിട്ടുണ്ട്. ഇവൻ പറയാം നീ എനിക്കൊരു കുഞ്ഞാടിനെ പോലും തന്നിട്ടില്ല. അത് 2 കള്ളമല്ലയോ പറഞ്ഞാൽ? അപ്പോൾ ഈ മുടിയൻപുത്രൻ ആരാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന ഇളയ പുത്രനോ മാനസപ്പെടാതെ ഇരിക്കുന്ന മൂത്ത പുത്രനോ? അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭവനത്തിൽ നാം ആയിരിക്കണം. ദൈവത്തിൻ്റെ ഭവനം, രക്ഷിക്കപ്പെട്ടവരുടെ ഭവനം, അത് ദൈവത്തിൻ്റെ ഭവനമാണ്. രക്ഷിക്കപ്പെട്ടവർ കൂടി വരുന്നിടം ദൈവത്തിൻ്റെ ഇടമാണ്. ഇവിടെ 4, 3, 7 പേരെ ഉള്ളെന്നിരിക്കട്ടെ, എങ്കിൽ പോലും ദൈവത്തിൻ്റെ സാന്നിധ്യം എഴുതി വരുമ്പോൾ അത് ദൈവിക ഭവനമാണ്. ആ ദൈവിക ഭവനത്തിൽ ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വിടുതലുണ്ട്. ദൈവിക സാന്നിധ്യത്തിൽ ജയമുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ആത്മാവിൻ്റെ വ്യാപാരവും ശക്തിയുമുണ്ട്. നമ്മളെ ബലഹീനരായിട്ടിരിപ്പാനല്ല, ബലശാലികളായിരിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, വേർതിരിച്ചിരിക്കുന്നത്. നാം സത്യത്തിൽ ആരാധിക്കണം, ആത്മാവിൽ ആരാധിക്കണം, സഭയിൽ വരുമ്പോൾ ആരാധിക്കണം, ഭവനത്തിന് അതിനേക്കാൾ ശക്തിയായി ആരാധിക്കണം. അതിനുവേണ്ടി ആ ദൈവം നമ്മെ വിളിക്കുകയും വേർതിരിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത്. നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ഇവന് 3 കൂട്ടം കാര്യങ്ങൾ ഈ മടങ്ങി വന്നപ്പോൾ പിതാവ് കൊടുത്തു. എന്താണെന്നറിയാമോ? 1, എ റോബ് ഓഫ് റൈറ്റിയസ്നെസ്, നീതിയുടെ അലങ്കാര വസ്ത്രം. യെശയ്യാ പ്രവചനം എടുത്ത് അതിൻ്റെ 61-ാം അധ്യായം, ഐസയ്യാ ചാപ്റ്റർ 61 വേഴ്സ് 10.
രക്ഷാവസ്ത്രം, ആ റോബ് ഓഫ് റൈച്ചിയസ്നെസ് നമ്മളെ അണിയിക്കും. വീണ്ടും ജന്മം പ്രാപിച്ച എല്ലാ വ്യക്തികളും, ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാം എന്തോ ഉണ്ട്? റോബ് ഓഫ് റൈച്ചിയസ്നെസ്, രക്ഷാവസ്ത്രം, നീതിയുടെ വസ്ത്രം ധരിച്ചവരാണ്. രണ്ടാമതായിട്ട് അവന് കൊടുത്തത്, അവർ രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവവൈതലിന് ലഭിക്കുന്നതാണ് രക്ഷാ വസ്ത്രം. ഈ മുടിയൻ പുത്രൻ അത് പിതാവ് കൊടുത്തു. രണ്ടാമത് കൊടുത്തത് റിങ്ങാണ്. റിങ് എന്തിനെ കാണിക്കുന്നു? അതോറിറ്റിയെ കാണിക്കുന്നു. നമുക്കറിയാം, ഫറോവയുടെ കൊട്ടാരത്തിൽ ജോസഫ് ആയിരിക്കുമ്പോൾ ഫറോവ് തൻ്റെ ആ സിഗ്നറ്റ് റിങ് ഊരി ജോസഫിന് കൊടുത്തേച്ച് പറഞ്ഞു, നീ ഈ സീൽ കുത്തുന്ന എല്ലാം ഗ്രാൻഡഡാണ്, ഞാൻ സിംഹാസനം കൊണ്ട് നമ്പർ 1 ആണ്, എന്താ എല്ലാ പവറും അതോറിറ്റിയും ഞാൻ നിനക്ക് തരുന്നു. അതിൻ്റെ സിമ്പലാണ് ഈ റിങ്, സിഗ്നറ്റ് റിങ്. അപ്പോൾ സ്തോത്രം, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് ദൈവം കൊടുക്കുന്ന ഒന്ന് രക്ഷയുടെ വസ്ത്രമാണെങ്കിൽ, രണ്ടാമതായിട്ട് കൊടുക്കുന്നത് ശക്തി, അധികാരത്തിൻ്റെ എന്താണ്, മുദ്ര കൊടുക്കുന്നു, അല്ലെങ്കിൽ റിങ് കൊടുക്കുന്നു. മൂന്നാമതായിട്ട് കൊടുക്കുന്നത് ഷൂസാണ്. ഈ ഞാൻ നാഗാലാൻഡ് ജോലി ചെയ്യുമ്പോൾ അവിടെ എല്ലാം ഒരുപാട് മിലിറ്ററി യൂണിറ്റുകളുണ്ട്. ഈ മിലിറ്ററിക്കാർ ചെയ്യുന്ന 2 കാര്യമുണ്ട്. ഒന്ന്, ഈ ഡ്യൂട്ടി ടൈമിലല്ല, അല്ലാതിരിക്കുമ്പോൾ അവർ അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇവരിരുന്ന് ഷൂ അങ്ങ് ഷൈൻ ചെയ്യും. ഷൂ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കും. ആ ഷൂ ഷൈൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഷൈൻ തന്നെയാണത്, നമ്മൾ നോക്കിയാൽ മുഖം കാണാം, ആ രീതിയിൽ ഇവർ ഷൈൻ ചെയ്യും. രണ്ടാമതായിട്ട് ഇവർ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഈ ഷൂസ് മിനുക്കുക ചെയ്യും, അതുപോലെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഷൂസ് നോക്കും, അതുപോലെ ഗണ്ണ് തുടച്ച് റെഡിയാക്കും, ഇതെല്ലാം അവർ ചെയ്യും. അപ്പോൾ ഷൂസ് എന്തിനെ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ, അതങ്ങോട്ട് ടൈ ചെയ്ത് മുറുക്കിയിട്ടാൽ അവനൊരു അധികാരമാണ്, ശക്തിയാണ് ലഭിക്കുന്നത്, ഒരു പവറാണ്. പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തി നമ്മിലേക്ക് തരികയാണ് ദൈവം ചെയ്യുന്നത്, വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതലിന്. അപ്പോൾ ഒന്നാമതായിട്ട് ഇവന് കിട്ടിയത് രക്ഷയുടെ വസ്ത്രം, രണ്ടാമതായിട്ട് അവന് കിട്ടിയത് സിഗ്നറ്റ് റിങ്, മൂന്നാമത് അവന് കിട്ടിയത് ഷൂസ് ഓഫ് അതോറിറ്റി. ഹല്ലേലൂയ! പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തിയോടുകൂടിയ ശക്തി രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൻ്റെ അവകാശമാണ്. ഹല്ലേലൂയ! സ്തോത്രം. എന്നാൽ ദൈവം നമ്മെ ഒരു അടിമത്തത്തിൽ കിടക്കാൻ അനുവദിക്കുന്നില്ല. നാം സ്വാതന്ത്ര്യമുള്ളവരായിരിക്കണം. ഫിസിക്കലി അല്ല, ശാരീരികമായും മാനസികമായും. ഫിസിക്കലി നമ്മൾ ആരും അടിമകളല്ല, എന്നാൽ മാനസികമായി നമ്മളിൽ ചിലരൊക്കെ അടിമകളാണ്. നമുക്ക് വേണ്ട രീതിയിൽ ചിന്തിക്കാൻ കഴിയാതെ പോകുന്നു. ആത്മീകമായി നാം അടിമകളാണ്. നമുക്ക് രക്ഷാ വസ്ത്രം ലഭിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ആ ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. എനിക്ക് രക്ഷയിലൂടെ അധികാരമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഗ്രഹിക്കുമ്പോൾ നമ്മൾ സ്വാതന്ത്ര്യരായിത്തീരുന്നു. എനിക്ക് രക്ഷയുടെ സന്ദേശം അറിയിക്കുവാനുള്ള ഈ ഷൂ ഉണ്ട് എന്നുള്ള ആ അധികാരം, പരിശുദ്ധാത്മാവിലൂടെ പവർ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി കഴിയുമ്പോൾ അവിടെ ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ ഭയം മാറും. അയ്യോ, ഞാൻ വാചാലതയുള്ള ഒരു വ്യക്തിയല്ല, എനിക്ക് യേശുവിനെ കുറിച്ച് എങ്ങനെ സാക്ഷിക്കാൻ കഴിയും എന്നുള്ള ആ മടി മാറിയിട്ട് ആ സ്ഥാനത്ത് എനിക്ക് കഴിയത്തില്ലെങ്കിലും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും ശക്തനാണെന്നുള്ള ഉത്ബോധം ആത്മാവിലൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് സാക്ഷീകരിക്കുവാൻ ബലം ലഭിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഞാനതുകൊണ്ട് കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ഞാൻ എഫേസ്യ ലേഖനത്തിൽ നിന്ന് സ്വാതന്ത്ര്യമുള്ളവരുടെ അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. എന്താണ് സ്വാതന്ത്ര്യമുള്ളവനെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ലഭിക്കുന്നു. എഫേസ്യ ലേഖനം ഗലാത്യ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. വായിച്ചാട്ടെ. സ്വാതന്ത്ര്യം പ്രാപിച്ചവൻ്റെ സ്വഭാവ വിശേഷം നമുക്ക് കാണാം. അതന്നെ. പ്രൈസ് ദ ലോർഡ്. മറിക്കരുത് ആ പേജ്. അപ്പം നമ്മൾ ആത്മീയമായ സ്വാതന്ത്ര്യം പ്രാപിച്ചവൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ബഹിഷ്പുരണം അടയാളമാണ് ഈ പറഞ്ഞ സ്വഭാവവിശേഷങ്ങൾ. സ്നേഹം, സന്തോഷം, സമാധാനം, സൗമ്യത, ഇതുപോലെയുള്ള ക്യാരക്ടർ. എന്നാൽ ബോണ്ടേജിൽ കിടക്കുന്ന ഒരു വ്യക്തി, അവൻ എന്തോ കിട്ടിയാലും തികയത്തില്ല. അവൻ എപ്പോഴും നിരാശയാണ്. തൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അവന് ബോധമില്ല.
അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് അവൻ്റെ ആ സ്വഭാവം നമുക്ക് 5:19 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. കേട്ടോണേ, ദുഷ്ടത, ഇതുപോലെയുള്ള എല്ലാ സ്വഭാവവും വരുന്നത് ഈ സ്വാതന്ത്ര്യത്തിലേക്ക് വരാതെ പിശാചിൻ്റെ അടിമ നികുത്തി കിടക്കുന്നവരിലാണ് വ്യാപരിക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം ആത്മീയമായി സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.